അങ്ങനെ തെലുങ്ക് ഇൻഡസ്ട്രിയിൽ നിന്ന് നമുക്ക് മറ്റൊരു സിനിമാറ്റിക് യൂണിവേഴ്സും കൂടി ലഭിച്ചിരിക്കുന്നത് മറ്റൊന്നുമല്ല പ്രശാന്ത് വർമ്മ സിനിമാറ്റിക് യൂണിവേഴ്സ്, PCU എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അപ്പം പറഞ്ഞു വരുന്ന വേറൊന്നുമല്ല, ഹനുമാൻ പുതിയതായിട്ട് ഇറങ്ങിയ തെലുങ്ക് മൂവിയായ ഹനുമാൻ റിവ്യൂയും കാര്യങ്ങളാണ്. അപ്പൊ ഈ ഒരു മൂവിയുടെ ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ അകത്തെ വിഷ്വൽ തന്നെയാണ്. കാര്യം ആ ഒരു ട്രെയിലർ കണ്ട പോലെ തന്നെ ആ ഒരു സിനിമ എടുത്തേക്കുന്ന ആ ഒരു നാട് കാണിച്ചേക്കുന്ന ആ ഒരു വിഷ്വൽ എഫക്ട്സും കാര്യങ്ങളും ഒക്കെ വൺ കിഡിലനാണ്. പ്രത്യേകിച്ചും ആ ഒരു ഹനുമാന്റെ സ്റ്റോറി എടുത്ത് കാണിച്ചേക്കുന്ന ഒരു ആനിമേഷൻ പോലെ കാണിക്കുന്നുണ്ട്, തുടക്കവും അവസാനവും ഒക്കെ. അത് വൺ കിഡിലിനായിട്ടാണ് എടുത്ത് കാണിച്ചേക്കുന്നത്. അതുപോലെ തന്നെ ക്ലൈമാക്സ് ഹനുമാന്റെ ഒരു ചെറിയൊരു അപ്പിയറൻസ് പോലെ കാണിക്കുന്നുണ്ട്. അത് സെറ്റ് ആയിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ആദിപുരുഷൊക്കെ നമ്മൾ ഓർത്ത് പോകും. ഇത്രയും ബഡ്ജറ്റ് കിട്ടിയിട്ട് ആ ഒരു മൂവി എങ്ങനെ എടുത്തു വെച്ചാൽ നമുക്കറിയാം. പക്ഷെ ഇതിന്റെ അകത്ത് ഹനുമാനെ കാണിച്ചേക്കുന്ന ആ രീതിയും കാര്യങ്ങളും ഒക്കെ ഭയങ്കര സെറ്റ് ആയിട്ടാണ് എടുത്ത് കാണിച്ചേക്കുന്നത്. നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അതാണ് ഇതിന്റെ അകത്ത് എനിക്ക് മെയിൻ ആയിട്ട് തോന്നിയ പോസിറ്റീവ് ആണ്. പുതിയൊരു ഒരു സൂപ്പർ ഹീറോ യൂണിവേഴ്സിന് തന്നെ തുടക്കം കുറിച്ചേക്കുവാണ് ഈ ഒരു സിനിമയിലൂടെ പ്രശാന്ത് വർമ്മ. പിന്നെ ഈ ഒരു പടത്തിന്റെ നെഗറ്റീവ് ആയിട്ട് എനിക്ക് തോന്നുന്നത് മറ്റൊന്നുമല്ല, ഇതിന്റെ അകത്തെ സ്റ്റോറിയും കാര്യങ്ങളാണ്. തുടക്കം കാണിച്ചേക്കുന്ന ആ ഒരു ഹനുമാനിൽ നിന്ന് ഈ ഒരു പവർ കിട്ടുന്ന സംഭവമൊക്കെ കാണിച്ചേക്കുന്ന ആ ഒരു കോൺസെപ്റ്റ് ഒക്കെ ഭയങ്കര രസകരമായിരുന്നു, ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നും. പക്ഷെ ആ ഒരു പടത്തിലെ മെയിൻ പ്ലോട്ട് ഉണ്ടല്ലോ, ആ ഒരു നാടും അടുത്ത പ്രശ്നവും മെയിൻ വില്ലനും, അത് എനിക്ക് അത്ര ലോജിക്കും കാര്യങ്ങളും തോന്നി. ലോജിക്കിന്റെ അല്ല, സൂപ്പർ ഹീറോ മൂവിയിൽ ലോജിക്ക് നോക്കലെന്ന് പറയും. പക്ഷെ എനിക്കിത് എന്തോ ഭയങ്കര ക്രിഞ്ച് അടിച്ച പോലെ തോന്നി കുറെ സ്ഥലങ്ങൾ കണ്ടപ്പോഴത്തേക്കും. പ്രത്യേകിച്ചും തുടക്കം ആ ഒരു വില്ലന്റെ ആ ഒരു ചൈൽഡ്ഹുഡ് സീനൊക്കെ കാണിച്ചപ്പോൾ അത്യാവശ്യം നല്ലതായിട്ടായിരുന്നു തോന്നിയത്. പിന്നീട് അങ്ങോട്ട് പോയപ്പോഴത്തേക്കും നമുക്ക് ഉൾക്കൊള്ളുമ്പോൾ എന്താ ഒരു കുറെ ക്രിഞ്ച് അടിക്കുന്ന സീൻസ് ഉണ്ട്, കണ്ണു കുത്തിയിരിക്കുന്ന കുറെ സീൻസ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു സംഭവമൊക്കെ ഒഴിവാക്കാൻ ഇച്ചിരി കൂടെ നല്ല ബെറ്റർ ആയിട്ടൊരു സ്ക്രിപ്റ്റ് ഈ ഒരു പടത്തിന് കൊടുക്കുക സെറ്റ് ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ട്, ആ മിത്തൊക്കെ എടുത്ത് കാണിച്ചിരിക്കുന്ന ആ ഒരു ഹനുമാന്റെ ഒരു സംഭവമൊക്കെ എടുത്ത് കാണിച്ചേക്കുന്നത് ഭയങ്കര കിടലിനാണ്. ആ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി സംഭവങ്ങളൊക്കെ കിടലിനാണ്. ക്ലൈമാക്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ക്ലൈമാക്സ് പ്രത്യേകിച്ചൊന്നുമില്ല, ഹനുമാന്റെ ആ ഒരു എൻട്രി അത് മാത്രമേ എനിക്ക് ഇഷ്ടപ്പെട്ടുള്ളൂ. അടുത്ത ഒരു പാട്ടിലേക്ക് കാണിച്ചിട്ടുണ്ട് ജയ ഹനുമാൻ എന്നാണ്, ജയ ഹനുമാൻ 2025 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാണിച്ചായിരുന്നു. അതെങ്ങനെയാണെന്ന് അറിയത്തില്ല. എന്താണ് ഇത് എനിക്ക് ആവറേജ് തോന്നിയുള്ളൂ. ആ ഒരു വിഷ്വൽ മാത്രമേ എനിക്ക് മെയിൻ ആയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ളൂ. ബാക്കി കുറെ സോങ്സ് എനിക്ക് അത്രയ്ക്ക് വലിയതായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ കുറെ ക്രിഞ്ച് സാധനങ്ങളും. ഈ മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ കുഞ്ഞു പിള്ളേരെ കൊണ്ട് കാണിക്കുകയാണെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അവർക്ക് പറ്റിയ ഒരു ഫിലിം എന്ന് പറയാൻ പറ്റും. ആ ഒരു വിഷ്വൽ ഇല്ലായിരുന്നെങ്കിൽ ഈ ഒരു പടത്തിൽ ഒന്നും ഇല്ലെന്ന് തന്നെ വേണം പറയാൻ. ശരിക്കും തിയേറ്ററിൽ പോയി കാണണമെന്ന് ചോദിച്ചാൽ ഞാൻ അത്ര കമ്പൽസറി ആയിട്ട് കാണണമെന്നൊന്നും പറയത്തില്ല. ജസ്റ്റ് OTT വന്നിട്ടും കണ്ടാൽ മതി, അതിനൊക്കെ ഉള്ളൂ. അപ്പം ഇത്രയൊക്കെ ഈ വീഡിയോ പറഞ്ഞുള്ളൂ. നിങ്ങൾ ഈ ഒരു പടം കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യാവുന്നതാണ്. അപ്പം മറ്റൊരു വീഡിയോ വീണ്ടും കാണാം.